നമസ്കാരം. ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് വനിതകൾ കൂടി ഒരു കൂട്ടുകൃഷി തുടങ്ങിയായിരുന്നു. ബീൻസ് കൃഷിയാണ്, കുറ്റി ബീൻസ്. അതിൻ്റെ വിളവെടുപ്പാണിന്ന്. നമുക്ക് കാണാം, നല്ല വിളവാണ്. കൂട്ടത്തിൽ പയറ് ഉണ്ട് കേട്ടോ. പയറ് കായ്ച്ചു വരുന്നതേ ഉള്ളൂ. കാണാം നമുക്ക്. നമ്മുടെ മാതൃക പയറ് കൃഷിയുടെ ആദ്യത്തെ വിളവെടുപ്പ് കുടുംബശ്രീക്കാരാണ് കേട്ടോ ഈ പയറ് കൃഷി ചെയ്തിരിക്കുന്നതും. ഈ കുടുംബശ്രീയിലെ എല്ലാ പെണ്ണുങ്ങളും സഹകരിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ സഹകരിക്കും കേട്ടോ. അങ്ങനെയാണ് ഇവിടെയും ഒന്ന് രണ്ട് പേരിവിടെ വന്ന് നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, എന്തോരം പയറാ നോക്കി, കുഞ്ഞു കുഞ്ഞു പയറുകൾ. ഇപ്പോൾ അനുകൂലമല്ലാത്ത കാലാവസ്ഥയും ഒക്കെ ഈ പയറ് കൃഷിയുടെ ബാക്കി ജോലികൾക്ക് ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കാട് പറിക്കാതെയും വളം ഒഴിക്കാതെയും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഇതല്ല, നല്ല ഫസ്റ്റ് പയർമണി കേട്ടോ. സൂപ്പർ പയറല്ലേ, വിഷം അടിക്കാത്തതാണ്. ഒരു വിഷവും ഇതിനടിച്ചിട്ടില്ല കേട്ടോ. സൂപ്പർ പയറല്ലേ. ഒരുപാട് മൂത്തിട്ടൊന്നും ഇല്ലെന്നേ. ഇല്ല, ഒരുപാട് മൂത്തിട്ടില്ല. പയറുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷയേക്കാൾ കൂടുതൽ വിളവുണ്ടായിട്ട് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വളം വെച്ചപ്പോൾ എൻ്റെ അവർ മിണ്ടിയില്ല, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല ഈ വളം വെച്ചവര്. അന്നേരം മഴ കിട്ടിയോണ്ട് ചേട്ടനെല്ലാം കറക്റ്റിന് മഴ കിട്ടി. മഴ കിട്ടി. അതാണ് മഴ ഈ കൊല്ലം കൂടുതലുണ്ടായിരുന്നല്ലോ. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിളവ് ലഭിച്ചത് കൊണ്ട് വിളവെടുപ്പിന് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. മൂന്ന് ഏരി, ആ ഒരു ഏരിയും ഈ ഒരു ഏരിയും ഈ ഒരു ഏരിയയും പറിച്ച് തീരാൻ പോവാണ്. ഒരു ചാക്ക് ബീൻസ് കിട്ടി. അപ്പോൾ വിളവ് നല്ല വിളവാണല്ലോ. അതെ, ഇപ്പം പുതുതായിട്ടൊരാളിപ്പോൾ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുന്ന ആളുകൂടാതെ. അതെ അതെ, നമ്മുടെ ബീൻസിൻ്റെ വിളവെടുപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല വിളവുണ്ട് കേട്ടോ. ഒന്നും കാണിക്കല. ഇതല്ല, ഇഷ്ടം പോലെ ബീൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ ചാക്കാണേ. അടുത്ത ഏരിയയിലെ പയറും പറിച്ചു കഴിഞ്ഞു. നമ്മൾ തൊട്ട് താഴെയുള്ള ഏരിയയിലേക്ക് മാറുകയാണ്. ഇവിടെ ബീൻസിന് കൊഴുപ്പ് കുറവാണ്, പക്ഷെ ബീൻസ് കൂടുതലാണ്. പയറ് കാര്യമായിട്ടുണ്ട്. വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ളത്. പക്ഷെ പയറ് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ബീൻസിൻ്റെ വിളവെടുപ്പ് തീരാറായിട്ടുണ്ട്. പയറാണ് കൂടുതൽ, ബീൻസിനേക്കാൾ കൂടുതൽ പയറാണ് നട്ടിരിക്കുന്നത്. നമ്മുടെ കുറ്റി ബീൻസിന്റെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതലായിട്ടുള്ളത് പയറാണ്. അപ്രതീക്ഷിതമായിട്ട് ഏതോ ഒരു ഐഡിയ മനസ്സിൽ തോന്നിയ, ആർക്കോ തോന്നിയതിൻ്റെ പേരിലുണ്ടായ ഒരു അനുഭവമാണ് ഈ കുറ്റി ബീൻസ് കൃഷി എന്ന് പറയുന്നത്. ഈ കൃഷി എന്തായാലും വിജയമായിരുന്നു. കാര്യമായിട്ട് വളപ്രയോഗം ചെയ്യാതെ, അല്പം പോലും മരുന്നടിക്കാതെ ഈ കാണുന്ന സഹോദരിമാരുടെ ഒരു കൂട്ടായ സംരംഭമാണ് ഈ
പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് ഇവർക്ക് ആദ്യമായിട്ട് ഹാർദവമായൊരു ഹായ് പറയുകയാണ്. അപ്പം മോളെ, ഈ കൃഷി ചെയ്യാനുണ്ടായ പ്രേരണ എന്താണ്? ഞങ്ങളുടെ നാടുകളിൽ പച്ചക്കറിക്ക് ഓരോ ദിവസം തോറും വില വർദ്ധിച്ചു വരുന്നു. നല്ല പച്ചക്കറികൾ കിട്ടാനില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ആലോചിച്ച ശേഷം തീരുമാനമെടുത്തതാണ് ഇങ്ങനെ നമുക്കൊരു പച്ചക്കറി കൃഷി തുടങ്ങാം, നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റും, ഒത്തിരി അധികം രാസവളമൊന്നും ചേർക്കാതെ ജൈവവളങ്ങൾ ചേർത്ത് നിർമ്മിക്കാം എന്നൊരു തീരുമാനം എടുക്കുകയായിരുന്നു. നിങ്ങൾ ഇതിന് വിഷം എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ? വിഷമൊന്നും അടിച്ചിട്ടില്ല, ജൈവവളം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു ഇച്ചിരി പൊടിക്ക് രാസവളം കൂട്ടി ചേർത്തിട്ടുണ്ട്. പൊടിക്ക് രാസവളം കൂട്ടി ചേർത്തിട്ടുണ്ട്. ഉണ്ട്. ഇതിത്തെ വിളവെടുപ്പല്ലേ? ആദ്യത്തെയാണ്. ഇനിയിപ്പോ ഒരു 2-3 പ്രാവശ്യം കൂടി വിളവെടുക്കാമല്ലോ? എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടക്കിനേക്കാൾ കൂടുതൽ, വളരെയധികം കൂടുതൽ പ്രതിഫലം ഈ കൃഷിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞങ്ങളുടെ ഇത് മാതൃകയായിട്ട് സ്വീകരിക്കാവുന്ന ഒരു കൃഷിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? ഉറപ്പായിട്ടും പറയാം. നല്ല രീതിക്ക് ഇനി ഇതുപോലെ കൃഷികൾ ചെയ്തു പോവാം. മാതൃകാപരമായ രീതിയിൽ കൃഷി വളർത്തിയെടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് മുമ്പിൽ നമിക്കുകയാണ്. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. മാത്രമല്ല, ഈ നാട്ടിലെ വിഷാംശമുള്ള പച്ചക്കറിയുടെ ആധിക്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സഹോദരിമാരുടെ പാത നമുക്ക് പിന്തുടരാം. ജോണിയെ പോലുള്ള ആളുകൾ ഇവിടെ വരാനും ഇതിനോട് സഹകരിക്കാനും ഒക്കെ തയ്യാറായത്. ഇവിടെ നല്ലൊരു ജൈവ കൃഷിയായിട്ട് ചെയ്യുന്ന സഹോദരിമാരാണ് ഇവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നല്ല പച്ചക്കറി കിട്ടുക, വിഷാംശമില്ലാത്ത പച്ചക്കറി കിട്ടുക, പിള്ളേരുടെ ആരോഗ്യം നിലനിർത്തുക, എല്ലാവരും തന്നെ അത് തന്നെയാണ് ഇവർക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാവരും കൂടെ ഉണ്ടാവും. ഉറപ്പാണ്. ബൈജു, ഇവർക്ക് എല്ലാവർക്കും നല്ല സപ്പോർട്ട് കൊടുക്കുമോ? ഉറപ്പാണ്. ഈ വിളവെടുപ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെ സഹകരിച്ച എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വിളവെടുപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.